നമുക്കിനി നേരെ പാലക്കാട്ടേക്ക് വിട്ടാലോ? പാലക്കാട് സന്തോഷ് സർലിംഗ് തയ്യാറായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ചൂട് അവിടുത്തെ പൊതുവായ താപനിലയുമായിട്ടുള്ളൊരു മത്സരത്തിലാകുമല്ലേ? എങ്ങനെയുണ്ട് ചൂട്? അതാദ്യം അറിയട്ടെ. സുന്ദൂരി, എല്ലാവർക്കും അറിയേണ്ടത് അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ അന്തരീക്ഷത്തിലെ ചൂട് എങ്ങനെയാണ് നമ്മളെയൊക്കെ കുഴയ്ക്കുന്നതെന്നാണ്. എന്തായാലും 38 മുകളിലോട്ടാണ് പാലക്കാടിലെ അന്തരീക്ഷത്തിലെ ചൂട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന താപനില എന്ന് തന്നെ പറയാവുന്നത്. ഇവിടെ ജില്ലാ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമൊക്കെ എല്ലാ ദിവസവും രാവിലെ മാധ്യമപ്രവർത്തകർക്ക് വാർണിംഗ് ഒക്കെ നൽകാറുണ്ട്. 11 മണിക്ക് ശേഷവും 3 മണിക്കുള്ളിലും വെയിലൊന്നും കഴിയുന്നതും കൊള്ളാതിരിക്കുക എന്നാണ് മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത് കഴിയുന്നത് 4 മണിക്ക് ഉള്ളിലും 11 മണിക്ക് ഇടയിലുമൊക്കെ പൊതു പരിപാടികൾ നടത്താതിരിക്കുക എന്ന് തന്നെയാണ്. കാരണം അത്രയേറെ ചൂടാണ്. എന്നാൽ വിളിച്ചാൽ പോലും സ്ഥാനാർത്ഥികൾക്ക് ഈ സമയങ്ങളിലൊന്നും ആളെ കിട്ടുന്നില്ല എന്നതും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗൃഹസന്ദർശനമൊക്കെ ആയിരുന്നു ഈ ഉച്ച സമയത്തൊക്കെ നടത്തിയിരുന്നത്. ഇപ്പോൾ എന്തായാലും അവസാന ഘട്ടമാണ്. ഇനി ആകെ 8 ദിവസമേ ഉള്ളൂ. അങ്ങനെ ഒതുങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. ചൂടായാലും ചൂട് പുറത്തിറങ്ങിയിട്ട് തന്നെയാണ് വരിക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ മണ്ഡല പര്യടനങ്ങളുടെ അവസാന റൗണ്ടിലേക്കാണ്. അപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാവരും വാഹന പ്രചരണ ജാഥയിലാണ്. ഈ കൊടുംചൂടിലും അവർ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു. നമ്മളും ഒപ്പമുണ്ട്. പക്ഷേ പാലക്കാടിലെ തെരഞ്ഞെടുപ്പ് ചൂട് അതിനേക്കാൾ ഉയർന്നു നിൽക്കുകയാണ്. കാരണം ഓരോ മണ്ഡലങ്ങളും നിർണായകമായിട്ടാണ് ഓരോ പാർട്ടികളും കണക്കാക്കുന്നത്. ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ചുള്ള അതിനിർണായകമായൊരു നിയോജക മണ്ഡലമാണ്. മറ്റു മണ്ഡലങ്ങളാകട്ടെ കോൺഗ്രസ്സൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി, BJP അടക്കമുള്ള പാർട്ടികളൊക്കെ പ്രതീക്ഷയോടെ നോക്കുന്നതാണ്. കാരണം 21 നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ 10 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയാണ് കർഷക തൊഴിലാളികളൊക്കെയുള്ള മണ്ഡലം. അതുകൊണ്ട് തന്നെ മറ്റു മണ്ഡലങ്ങളിലൊന്നും ആശങ്ക ഇടതുപക്ഷത്തിനില്ല. പക്ഷേ ആകെയുള്ളത് നിയോജക മണ്ഡലം എന്ന് പറയുന്ന പാലക്കാട് നിയോജക മണ്ഡലമാണ്. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് തന്നെ അങ്ങനെ മറ്റു വോട്ടുകൾ കൂടി ആർജിച്ചെടുക്കാനാണ്. എന്തായാലും ആ പ്രചരണം വിജയിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം NM റസാഖ് പെട്ടെന്ന് തന്നെ പൊതുസമ്മതനായി മാറുകയും കഴിഞ്ഞൊരു 3-4 ദിവസം കൊണ്ട് പ്രചരണത്തിൽ പോലും മുൻനിരയിൽ എത്തുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ രമേശ് പിഷാരടി BJP നേതാക്കൾ പ്രചരണത്തിൽ തടയുന്ന രീതിയൊക്കെ വന്നു. അതായത് ഇരുവരും തമ്മിലുള്ള തർക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. കാരണം 2 പാർട്ടികളും എന്തായാലും പ്രതീക്ഷയിൽ വലിയ മങ്ങലേറ്റിരിക്കുന്നു എന്നാണ് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. റസാഖാകട്ടെ സർവ്വസജ്ജമായി മുന്നോട്ട് തന്നെ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു. കാരണം ഈ മണ്ഡലം 2011 ശേഷം LDFനോടൊപ്പമില്ല. അതുകൊണ്ട് തന്നെ LDFന് ഇത് പിടിച്ചെടുക്കുകയാവുകയുള്ളൂ. 18 അടവും പയറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. അത് പക്ഷേ ഇന്നൊന്നിലെ തുടങ്ങിയതല്ല എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ നമ്മൾ 3-ാം സ്ഥാനത്തേക്കാണ് ഇടതുപക്ഷം പോയത്. അതുകൊണ്ടാണ് അതിനുശേഷം ഓരോ മേഖല തിരിച്ചും ഓരോ ബൂത്ത് തിരിച്ചുമുള്ള സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായുള്ളൊരു വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില നോക്കുമ്പോൾ 2-ാം സ്ഥാനത്തെത്തുകയും 2-ാം സ്ഥാനം എന്ന് പറയുന്നത് തന്നെ 59,039 വോട്ടിന് മാത്രമാണ് പുറകിൽ UDFനേക്കാൾ എത്തിയിരിക്കുന്നത്. അതുപോലും ഇപ്രാവശ്യം മറികടക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കരുതുന്നത് പോലും. കാരണം പഞ്ചായത്തുകൾ 3 പഞ്ചായത്തുകളാണ്. ഈ പഞ്ചായത്തുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടുകൾ എണ്ണി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ഇടതുപക്ഷത്തിനാണ്. നഗരസഭയുടെ ചില പോക്കറ്റുകളിൽ മാത്രമാണ് പിന്നിലേക്ക് പോയത്. അപ്പോൾ അവിടെ കൂടി നിയമസഭയിൽ കടന്നു കയറാൻ കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ്. 5000-ൽ കൂടുതൽ ഭൂരിപക്ഷമൊക്കെ ഈ ഇടതുപക്ഷ പ്രവർത്തകർ ഇപ്പോൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്. ഈ രമേശ് പിഷാരടിയുടെ വരവ് യൂത്ത് കോൺഗ്രസ് ക്യാമ്പുകളെ നേരത്തെ ഇച്ചിരി ആശങ്കയിലാക്കിയിരുന്നു. കാരണം ഇപ്പോഴും അതുണ്ട് എന്നതാണ്. കാരണം അയാളൊരു പൂർണ്ണസമയ പ്രവർത്തകനല്ല. ഇതാകട്ടെ ഷുവർ സീറ്റ് എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ പാലക്കാടിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ സീറ്റിൽ നിർത്തും എന്ന് പ്രതീക്ഷിച്ചു. ആ ആശങ്കയൊക്കെ ഇപ്പോഴും അവിടെ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. സിന്ധൂരി, സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ രമേശ് പിഷാരടിയുടെ ആ ഒരു സാന്നിധ്യം, അതിന് പിന്നെയും അവരൊന്ന് കളം പിടിച്ച് വന്നപ്പോഴാണ് ഈ പ്രക്ഷോഭിനെതിരെയുള്ള കേസ് വരുന്നത്. നോക്കൂ, പ്രക്ഷോഭം ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അതും ഈ പറഞ്ഞ UDF ക്യാമ്പിനൊരു വലിയ തിരിച്ചടിയല്ലേ? അവർ സംരക്ഷിക്കുന്ന കൗൺസിൽ സ്ഥാനം അയാൾ രാജിവെച്ചിട്ടില്ല. അപ്പോൾ UDF ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്ന പൊതു രീതിയുണ്ടല്ലോ.
തീർച്ചയായും സിന്ദൂരി, അതായത് സംസ്ഥാന തലത്തിൽ നിന്ന് നോക്കുമ്പോൾ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഏതോ ഒരു ചെറിയ പ്രാദേശിക പ്രവർത്തകൻ എന്ന് തോന്നും പ്രക്ഷോഭിനെ. പക്ഷേ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പ്രക്ഷോഭ് അത്ര ചെറിയൊരാളല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ നഗരസഭയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണ് പ്രക്ഷോഭ് എന്നതാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം കുന്നത്തൂർമേട് നോർത്ത് വാർഡിൽ പ്രക്ഷോഭ് മത്സരിച്ച് 8 വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിക്കുന്നത്. കാരണം പ്രക്ഷോഭിനെ സ്ഥാനാർത്ഥിയാക്കുക എന്നത് യൂത്ത് കോൺഗ്രസിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ ഒരു ആവശ്യമായിരുന്നു. ഷാഫി പറമ്പിലിന് വേണ്ടി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ചിരുന്ന പ്രക്ഷോഭാണ്. പിന്നീട് അത് രാഹുൽ മാങ്കൂട്ടം എത്തിയപ്പോൾ അത് സ്വാഗതം ചെയ്യാനും സംഘടനാ പ്രവർത്തനമൊക്കെ ഷാഫി ഏൽപ്പിച്ചു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലങ്കൈയായി. രാഹുൽ മാങ്കൂട്ടം 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം പാലക്കാട് എത്തിയത് തന്നെ ഈ പ്രക്ഷോഭിന് വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആ വോട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അയാൾ ജയിച്ചത്. ഇപ്പോൾ അതിനുശേഷം അത് കൈമാറി വീണ്ടും രമേശ് പിഷാരടി വന്നപ്പോൾ രമേശ് പിഷാരടിയുടെ സംഘടനാ ചുമതല, തെരഞ്ഞെടുപ്പ് ചുമതല പ്രക്ഷോഭനായി മാറുന്നതാണ് നാം കണ്ടത്. കാരണം രമേശ് പിഷാരടി വന്ന ദിവസം വലിയ രീതിയിൽ സ്വാഗതം ഒരുക്കിയതും പിന്നീട് ഓഫീസ് കേന്ദ്രീകരിച്ച് ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിരുന്നത് ഈ പ്രക്ഷോഭമാണ്. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭൻ്റെ പേരിലുള്ള ഈ പീഡനം വന്നത് ഈ കോൺഗ്രസ് ഗവൺമെൻറ് വലിയ തിരിച്ചടിയായിരുന്നു. മാത്രമല്ല സുപരിചിതനാണ് പ്രക്ഷോഭ നഗരത്തിൽ. അതുകൊണ്ട് തന്നെ ഓരോ ഗൃഹസന്ദർശനവും നടത്തുമ്പോഴും കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രക്ഷോഭിൻ്റെ ചോദ്യം നേരിടേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും ഖേദകരം. ഏകദേശം 3000-ന് അടുത്ത് വോട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാർഡിൽ തന്നെ പ്രക്ഷോഭത്തിനെതിരെ വലിയ നാണക്കേട് സംഭവിച്ചു എന്നാണ് കോൺഗ്രസ് വന്നത്. അവിടെയൊന്നും വോട്ട് ചോദിക്കാൻ പോകാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എല്ലാ പാർട്ടികളും സാധാരണക്കാരും, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വോട്ടർമാർ പാലക്കാട് നിയോജകമണ്ഡലത്തിലുള്ളത് സ്ത്രീകളാണ് എന്നതാണ്. 1,74,000 വോട്ടർമാരാണുള്ളത്. അതിൽ 89,000-ഓളം സ്ത്രീകളാണ്, 84 വരുന്നുള്ളൂ പുരുഷന്മാർ. അപ്പോൾ ഈ സ്ത്രീ വോട്ടർമാർക്കിടയിലൊക്കെ ഇത് വലിയൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അത് ഈ വന്നതും ഇവരുടെ ക്യാമ്പുകൾക്ക് വലിയ മൗനത്തിലാക്കിയെന്ന് തന്നെ പറയാം. കാരണം അത് അറിഞ്ഞ ദിവസമൊക്കെ ആദ്യമൊന്നും പിഷാരടി പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. ഈ കഴിഞ്ഞ ദിവസം പ്രസ് ക്ലബ്ബിൽ, പാലക്കാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. എന്തായാലും മുഖപരിചയമുണ്ടെന്നെങ്കിലും പറഞ്ഞത് വലിയ കാര്യം ആണ്. പക്ഷേ എന്തായാലും പ്രക്ഷോഭ് ഇപ്പോൾ ഒളിവിലാണ്. പ്രക്ഷോഭ് തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും വിഷയം മൂർച്ഛിച്ചു വരുന്നത് എന്തായാലും UDF അത്ര നല്ലതൊന്നുമല്ല. പ്രക്ഷോഭ് ഇതിനിടയിൽ SC/ST കോടതിയിലൊക്കെ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചിട്ടുണ്ട്. 4-ാം തീയതി കേസെടുക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി ആകെയുള്ള 8 ദിവസത്തിനിടയിൽ ഈ അറസ്റ്റ് നടപടിയൊക്കെ ആയാൽ അത് വലിയ ചർച്ചാ വിഷയമായി തന്നെ മാറും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സന്തോഷ് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ സ്ത്രീകൾക്ക് അവിടുത്തെ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ത്രീകളുടെ ഒരു മാനസികാവസ്ഥ അവർ ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുന്നതെന്ന്. റസാഖിനോട് അവിടുത്തെ ഒരു സ്ത്രീ ചോദിച്ചതുപോലെ, മോനെ നാണക്കേട് ഉണ്ടാക്കല്ലേ, അല്ലെങ്കിൽ അവർ ഇവിടെ വരുന്ന അവരുടെ ഒരു MLA നാണക്കേട് ഉണ്ടാക്കിയ ഒരാളാണ്, അതിൻ്റെ ഒരു അപമാനം അവിടുത്തെ ഓരോ സ്ത്രീകളുടെയും മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അത് അവിടുത്തെ ഓരോ സ്ത്രീകളും അടുത്തൊരാളിൽ അത് ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് അവർ നേടുന്നത് ആ വിഷയത്തിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീകളുടെ മനസ്സ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ ഈ പ്രക്ഷോഭ് വിഷയത്തിലാണെങ്കിലും അവിടുത്തെ ഒരു പൊതുസമൂഹത്തിൻ്റെ ചിന്താഗതി ഏത് രീതിയിലാണ് പോകുന്നതെന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്നെല്ലാം വ്യക്തമല്ലേ? സിന്ദൂരി, നമുക്കറിയാം ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 45-50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് രാഷ്ട്രീയം തുറന്നു പറയാൻ ശ്രമിക്കുന്നത്. പുതുതലമുറയിലോ 35 വയസ്സിന് 30 താഴെയുള്ള സ്ത്രീകളൊന്നും, യുവതീകളോ അല്ലെങ്കിൽ പെൺകുട്ടികളോ ഒന്നും അങ്ങനെ രാഷ്ട്രീയം തുറന്നു പറയാറില്ല. അവരൊക്കെ ഇങ്ങനെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ ഭാഗമായി സംസാരിക്കുമ്പോഴൊക്കെ ഈ നമ്മളോട് രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്ന സ്ത്രീകളെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, വലിയ നാണക്കേടാണ് പാലക്കാടിൻ്റെ ഒരു പ്രതിച്ഛായയിൽ ഉണ്ടായിരിക്കുന്നത്. പാലക്കാടിന് പുറമേ ഒന്നുള്ളവർ വിചാരിക്കുന്നത് പാലക്കാട് എന്തോ അത്ര നല്ലൊരു നാടല്ല എന്നതാണ്. പ്രത്യേകിച്ച് ഒരു MLA 3ഓളം കേസുണ്ടായി, അതെല്ലാം കോടതിയിൽ തുറന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ നഗരസഭയിലെ കൗൺസിലർ ഇപ്പോൾ പീഡന പരാതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആകെ ഒരു നാണക്കേട്. പാലക്കാടിൽ നിന്ന് ആരും ഇവിടെ ഇല്ലേ എന്നൊരു ചോദ്യമൊക്കെ തങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നിവർ നമ്മളോട് ഈ തെരഞ്ഞെടുപ്പ് പര്യടനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പലരും പറയുകയാണ്. ഇന്നലെ ഞാനൊരു പൊങ്കാലയ്ക്ക് പോയിരുന്നു, അവിടെയും ഇത് തന്നെയാണ് ചർച്ചാ വിഷയം. അപ്പോൾ ഇതൊക്കെ എന്തായാലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നാണ് ഈ അടുത്ത ദിവസങ്ങളോളം അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കോൺഗ്രസിനും അറിയുന്നുണ്ട്. ആ ആശങ്ക കോൺഗ്രസ് ക്യാമ്പുകളിൽ നമ്മൾ പടരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെ, വ്യക്തമാണ് സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ജനത ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് അതിൻ്റെ ഒരു നേർചിത്രമാണ് സന്തോഷ് നമ്മളോട് പങ്കുവെച്ചത്.